നമുക്കൊപ്പം ജിതേഷ് കൂടിയുണ്ട്, ജിതികയുണ്ട്. നമുക്കാദ്യം നിസാറിലേക്കൊന്ന് പോയി വരാം. നിസാർ, നമസ്കാരം. നിസാർ ഇപ്പോൾ താമസിക്കുന്നത് എവിടെയാണ്? ഞാൻ ഹൈസ്കൂള് ക്യാമ്പിലാണ് സാറേ. നിസാർ വീട് എവിടെയായിരുന്നു? ചൂരൽമലയിലായിരുന്നോ, മുണ്ടക്കയിലായിരുന്നോ, പുഞ്ചിരിമട്ടത്തായിരുന്നോ? വീട് ചൂരൽമല തന്നെയായിരുന്നു വീട്. അപ്പോൾ വീട് നമ്മളെ ഈ വില്ലേജ് റോഡിൻ്റെ ആ ഭാഗത്തായിരുന്നു. അപ്പോൾ അത് പാതിയ വീടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ അപേക്ഷകൾ ഞാൻ മുൻപോട്ട് MLA ക്ക്, കളക്ടർ എല്ലാവർക്കും കൊടുത്തിട്ടില്ല. പക്ഷെ അവരൊക്കെ അത് ഒറ്റപ്പെട്ട സംഭവമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നതിന് ഈ പ്രളയം വന്നത്. ആ പ്രളയത്തോട് കൂടിയിട്ട് അതൊക്കെ തീരുമാനമായി സാർ. ആ ഒരു സലൂണാണ് ഉണ്ടായത്. ആ സലൂണും പ്രളയം കൊണ്ട് വീടിൻ്റെ അവസ്ഥ പൂർണ്ണമായിട്ട് പോയിരിക്കുകയാണ്. കട എവിടെ ഉണ്ടായിരുന്നത്? നിസാറിന്റെ സലൂൺ കട എവിടെ ഉണ്ടായിരുന്നത്? കട നമ്മൾ ടൗണിൽ തന്നെ ആയിരുന്നു. അതിൻ്റെ പുറകിലൂടെയാണ് ഈ വെള്ളമൊക്കെ വന്ന് ഇടിച്ച് കയറിയിട്ട് കടയുടെ എല്ലാ ഭാഗവും കൊണ്ടുപോയത്. സലൂൺ വാടകയ്ക്കായിരുന്നോ നിസാർ? അതെ, വാടകയ്ക്കായിരുന്നു സാറേ. എത്ര രൂപയായിരുന്നു മാസ വാടക? മാസവാടക 4000 രൂപ മാസവാടക കൊടുക്കുന്നുണ്ട്. എത്ര ചെയർ ഉണ്ടായിരുന്നു നിസാർ അവിടെ? ഈ സലൂൺ മാത്രമേ ഉണ്ടായിരുന്നു? അതായത് തലമുടി വെട്ടുക, ഷേവിങ്, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഒരു ജെൻസ് ബ്യൂട്ടി പാർലർ പോലെ ആയിരുന്നോ? അല്ല, ചെറിയ തോതിൽ അങ്ങനത്തെ ഒരു സ്ഥലമല്ല. അപ്പോൾ നമുക്ക് അവിടെ അങ്ങനത്തെ ഒന്നും ഇത് നടക്കില്ലല്ലോ സാറേ. ചെറിയ രീതിയിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോനായിരുന്നു അവിടെ വേറെ അടുത്ത കസേരയിലുണ്ടായിരുന്നത്. 2 കസേരയാണ് ഉണ്ടായിരുന്നത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവൻ്റെ ഉമ്മ ഒരു വിധവ, 2 കസേര ഉണ്ടായിരുന്നത്. അവൻ്റെ ഉമ്മ ഒരു വിധവയാണ്. അവരുടെ വീടും ഈ പറഞ്ഞ മാതിരി അങ്ങനെ ആയി. എൻ്റെ തറവാട് വീടും പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. വല്ലാത്തൊരവസ്ഥയാണ്. എല്ലാവർക്കൊക്കെ ജോലിയില്ല. വീട് പോയി, ഈ സലൂൺ നിന്നിരുന്ന കടയും പോയി. 4000 രൂപ മാസ വാടകയ്ക്കൊരു കടയായിരുന്നു. അവിടെ എത്ര സലൂണുകൾ ഉണ്ടായിരുന്നു ചൂരൽമലയിൽ നിസാർ? നിസാറിൻ്റെ കൂടാതെ വേറെ കടയുണ്ടായിരുന്നു? അവിടെ മൊത്തം 4 കടയായിരുന്നു. എല്ലാവരുടെ ജീവിതമാർഗവും പോയി. പക്ഷേ ബോർഡ് വരാമെന്ന് പറയുന്നുണ്ടെങ്കിലും അവർ കൽപ്പറ്റ സ്റ്റേറ്റ് കമ്മിറ്റി വന്നു എന്നല്ലാതെ ഈ ജില്ലയിലെ കമ്മിറ്റി, കോഴിക്കോട് ജില്ലയിലെ കമ്മിറ്റിയിൽ നിന്ന് ആൾ വരുമെന്ന് പറഞ്ഞ് ഇതുവരെ വന്നിട്ടൊന്നുമില്ല സാറേ. എല്ലാ സംഘടനകളും അത് വേണ്ട രീതിയിൽ ഗവനിച്ച് എല്ലാം ചെയ്യുന്നുണ്ട്. മനസ്സിലായി. നിസാർ, എൻ്റെ ഒരു സംശയം, നിസാർ എത്ര കാലമായി ഈ സലൂണിൽ ഈ പണി ചെയ്യുന്നു? ഞാൻ ഒരു ഇപ്പോൾ 10-20 കൊല്ലമായിട്ട്, 10-22 കൊല്ലമായിട്ട് അവിടെ എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരാളാണ്. നിസാർ ഒരുപാട് മുടിവെട്ടിയ മനുഷ്യരെ ഉള്ളു കൊണ്ടുപോയില്ലേ? ഞാനാണ് മനുഷ്യനാണ്. എല്ലാവരും കൊണ്ടുപോയി. നമ്മളെ സുഹൃത്തുക്കളെല്ലാം ആരും ഇപ്പം തന്നെ ആളുണ്ട്. അത് വലിയൊരു വിഷമമാണ്. നിസാറിന് ഇനിയൊരു കടയിട്ട് തന്നാൽ ചൂരൽമലയിൽ വേണമെന്നാണോ ആഗ്രഹം, അതല്ല മേപ്പാടിയിൽ വേണമെന്നാണോ ആഗ്രഹം നിസാർ? അവിടെ ഒന്നും ജീവിക്കാൻ പറ്റില്ല സാർ. ആ കോലത്തിലായിരിക്കും അവിടെ എല്ലാവരും. കാരണം ഒരു ഗ്രാമേ പോയി, പിന്നെ അവിടെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് മേപ്പാടിയോ അല്ലെങ്കിൽ വല്ല കൽപ്പറ്റ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മാറ്റുകയെന്നല്ലാതെ അവിടെ അവിടെ അപകടങ്ങളിൽ പതിയിരിക്കുന്നുണ്ട്. എപ്പോഴാണ് നമ്മൾ ചെറിയ കുട്ടികളാണ്. ഞങ്ങളൊക്കെ ഇത്രയും കാലം ജീവിച്ചു. നമ്മൾ ചെറിയ മക്കൾ കൊണ്ട് അന്ന് 1:30-ക്കൊക്കെ ഞാൻ എൻ്റെ മക്കളായിട്ട് ഞാൻ ഓടിയതാണ്. വീട്ടുകാരൊക്കെ എവിടെ നിന്നായിട്ട് സംഭവിക്കുന്നത് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അവച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ഓടി സേഫായൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് ചെയ്തു. ചെറിയ മക്കളാണ് എൻ്റെ 2 മക്കൾ. അപ്പോൾ നിസാറിന് മേപ്പാടിയിലോ കൽപ്പറ്റയിലോ ഒരു സലൂൺ ഇടാനുള്ളൊരു കടമുറിയെങ്കിലും വേണം അല്ലേ നിസാർ? അതെ. ഇതിലൊരു നിസാറിന് ഈ സലൂണല്ലാതെ മറ്റ് ജോലിയൊന്നും അറിയില്ലല്ലോ നിസാർ? മറ്റു ജോലി നമ്മൾ സാധാ കൂലിപ്പണിക്കൊക്കെ നമ്മൾ പോയിരുന്നത്. പിന്നെയാണെങ്കിൽ സലൂണിൽ ഈ പണി പഠിച്ചതിലേക്ക് കയറിയത്. അല്ലാതെ വേറൊരു ടൈപ്പൊന്നും നമുക്ക് അറിയില്ല. വീട്ടിൽ എത്ര പേരുണ്ട് നിസാർ? വീട്ടിൽ ഞാൻ എൻ്റെ ചെറിയ കുടുംബമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ തറവാട്ടിൽ എൻ്റെ ഉമ്മ അവരൊക്കെയാണ് ഉള്ളത്. പക്ഷേ 2 ഉപ്പാക്കും വയ്യാത്തതാണ്, ഉമ്മാക്കും വയ്യാത്തതാണ്. ഒരു പെങ്ങളാണെങ്കിൽ ഒരു ചെറിയ മെൻ്റൽ ഡിസീസ് കാര്യങ്ങളുള്ള ഒരു പെങ്ങളാണ്. അത് മാസം 10-600 രൂപേൻ്റെ മേലെ മരുന്നിന് തന്നെ വേണം. ഞങ്ങൾക്ക് വലിയൊരു പ്രയാസത്തിലാണ്. ഓക്കെ നിസാർ, അവിടെ ഇപ്പോൾ മഴ പെയ്യുന്നു തോന്നുന്നു. കനത്ത മഴയാണോ നിസാർ ഇപ്പോൾ പെയ്യുന്നത്? ശബ്ദം കേൾക്കാം.
എവിടെ മഴയില്ലെങ്കിലും വെള്ളരിമല വില്ലേജിൽ കറുത്ത മഴയാണ് സാറേ. ഇങ്ങോട്ട് മേപ്പാടി കൽപ്പറ്റ ഈ ഭാഗത്ത് മഴയില്ലെങ്കിലും ഞങ്ങൾ വെള്ളരിമല വില്ലേജ് ചൂരൽമല ആ ഭാഗത്ത് എപ്പോഴും മഴയാണ്. അപ്പോൾ നിസാറിനെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് പറയേണ്ടത് മേപ്പാടിയിലോ കൽപ്പറ്റയിലോ ഒരു കടയിട്ട് തന്നാൽ നിസാറിന് തൽക്കാലം ഒന്ന് പിടിച്ചു കയറാം, അല്ലേ നിസാർ? അതെ, ഈ കുടുംബത്തിനൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ്. തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം ആളുകൾ വരും നിസാർ. കാരണം ഒരു കടയിൽ ഇട്ട് തന്നാൽ അത്യാവശ്യം ആ കട ഓടിച്ചുകൊണ്ട് പോകാനൊക്കെ നിസാറിന് പറ്റും. ആദ്യത്തെ ഒരു തുടക്കം എന്ന രീതിയിൽ ഒരു 4-5 മാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ ആ വാടക നമുക്ക് ഒഴിവാക്കി കിട്ടാവുന്ന തരത്തിൽ നമുക്ക് കട സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. കേട്ടോ നിസാർ? തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രതിനിധി നിസാറിനെ കോൺടാക്ട് ചെയ്യും. നമ്മൾ നാളെ രാവിലെയും ഇത് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യും. നിസാറിനൊരു കട വേണം. ആ കടമുറി മേപ്പാടിയിലോ കൽപ്പറ്റയിലോ നന്നായിട്ട് സലൂണിൽ വെട്ടുന്ന നിസാറിന് ഒരുപാട് പേര് പ്രിയങ്കരനായ നിസാറിനെ സഹായിക്കാൻ ആളുകൾ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് നമുക്ക് നോക്കാം നിസാർ. എന്തായാലും ഇനിയിപ്പോൾ ഈ ക്യാമ്പിൽ നിന്ന് ഇനി എങ്ങോട്ടാണ് പോകാൻ പോകുന്നത് നിസാർ? തന്നെ ഒന്നും അറിയില്ല സാറേ. കാരണം വീടാണ് ഇങ്ങനെ പോയി കിടക്കില്ല, എവിടെ പോയി എന്നുള്ള ഒരു വിഷമത്തിലാണ്. അല്ല, അത് ശരിയാവും. എന്തായാലും അതിനുള്ള സംവിധാനം സർക്കാർ ഒരുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളെ ക്യാമ്പിൽ നിന്നൊക്കെ മാറ്റും. പക്ഷേ വരുമാന മാർഗ്ഗം ഉറപ്പിക്കുകയാണ് പ്രധാനം. അതും ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കാം നിസാർ. ധൈര്യമായിട്ടിരിക്കൂ. അങ്ങനെ പ്രതീക്ഷയൊന്നും കൈവിടേണ്ട. ഇതൊരു താൽക്കാലിക ഇടവേള. ജീവിതത്തിലൊരു എപ്പോഴും വെല്ലുവിളികൾ നേരിടുമല്ലോ. നമ്മളൊരു പരീക്ഷയുടെ ഒരു പേപ്പർ തോറ്റുപോയി എന്ന് കരുതിയാൽ മതി. നമ്മൾ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതിയെടുക്കും. കേട്ടോ നിസാർ? ധൈര്യമായിട്ടിരിക്കൂ. ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ കിടക്കുമ്പോഴല്ലേ ജീവിതം തിരിച്ചു കിട്ടിയല്ലോ. നിസാറിനൊരു പണി അറിയുകയും ചെയ്യാം. തീർച്ചയായിട്ടും നിസാർ നമുക്ക് നോക്കാം. റിപ്പോർട്ടറും ഒപ്പമുണ്ട് നിസാറിൻ്റെ. ഒരു വരുമാന മാർഗ്ഗം നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് ശ്രമിക്കാം. Debate with Arun Kumar.